നമസ്കാരം. കഴിഞ്ഞ 10 വർഷങ്ങൾ പിണറായി വിജയൻ്റെ ഭരണമായിരുന്നു. അതിനുശേഷം രണ്ടാം ടൈമിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശി വന്നതിനു ശേഷമാണ് പോലീസ് സംവിധാനം ഇത്രയധികം കുത്തഴിഞ്ഞു പോയത്. സർക്കാരിനെ വിമർശിക്കുന്നവരെ പോലും ശത്രുക്കളായി കണ്ട് അവരെ വേട്ടയാടിയ സംഭവങ്ങൾ നമ്മൾ നിരവധി കണ്ടതാണ്. മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയയൊക്കെ വേട്ടയാടിയതും അദ്ദേഹം ഏകദേശം 1.5-2 മാസത്തോളം ഒളിവിൽ കഴിഞ്ഞതും നമ്മൾ കണ്ടതാണ്. എന്തോ വലിയ കൊടും കുറ്റവാളിയെ പോലെയാണ് അദ്ദേഹത്തിനെതിരെ അന്ന് PV അൻവറിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ വേട്ടയാടിയത്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹത്തെ റോഡിൽ തടഞ്ഞിട്ട് മർദ്ദിച്ചു. എന്നിട്ട് പോലും അവർക്ക് ജാമ്യം കിട്ടുന്ന ഒരു വകുപ്പാണ് പോലീസ് എടുത്തത്. ഞങ്ങളെപ്പോലും, ഞാനും എൻ്റെ സഹപ്രവർത്തകനായിരുന്ന സുദർശൻ നമ്പൂതിരിയെ പോലും 19 ദിവസം ജയിലിലടച്ചു. അതിനുശേഷം DNA ഓഫീസർ റെയ്ഡ് ചെയ്തു. അഡ്വക്കേറ്റ് KM ഷാജഹാനെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ പല കാര്യങ്ങൾ ഈ മാധ്യമരംഗവുമായി ബന്ധപ്പെട്ട്. ഇനി PC ജോർജിൻ്റെ കാര്യമെടുക്കുക. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന രീതിയൊക്കെ നമ്മൾ കണ്ടതാണ്. ഈരാറ്റുപേട്ടയിൽ 2 ബസ് നിറയെ പോലീസുകാർ പോയിട്ടാണ് അദ്ദേഹത്തെ വലിയൊരു കൊടും കുറ്റവാളിയെ പോലെ വലിയ രീതിയിൽ ആഘോഷമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്ത് വരുന്നത്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യവും നമുക്കറിയാം. അദ്ദേഹത്തിന് ഇടയ്ക്ക് ഒരിക്കൽ വീട്ടിൽ പോയി ഇതുപോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. പിന്നീട് ഈ പരാതി കിട്ടിയതിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തെ ഒക്കെ രൂപീകരിച്ചിട്ടാണ് പാലക്കാട് നിന്ന് അറസ്റ്റ് ചെയ്തതും മറ്റും ഒക്കെ ചെയ്തത്. അങ്ങനെ സർക്കാരിനെയും പിണറായി വിജയനെയും പാർട്ടി നേതാക്കളെയും ഒക്കെ വിമർശിക്കുന്നവരെയും അവരുടെ അഴിമതികളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നവരെയും ഒക്കെ പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറച്ചു കാലമായി നിലനിൽക്കുന്നുണ്ട്. നമുക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോകും, പോലീസൊക്കെ എന്താണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന്. എന്നാൽ ഇപ്പോൾ പോലീസുകാർക്ക് പോലും കാര്യം മനസ്സിലായി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് കാരണം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ച സംഭവം ഉണ്ടായല്ലോ. ഈ KSU പ്രവർത്തകർ വീണ ജോർജിനെ കരിങ്കൊടി കാണിക്കുക മാത്രമാണ് ചെയ്തത്. ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. ഈ ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ട് പോലും കോടതി ഇവരെ റിമാൻഡ് ചെയ്തു. എന്തായാലും ഇന്നലെ അവർക്ക് ജാമ്യം കിട്ടി. ഈ ജാമ്യം കിട്ടിയതോടുകൂടിയാണ് പോലീസിൻ്റെ റിപ്പോർട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ്. അന്ന് വീണ ജോർജും CPM നേതാക്കളും ഒക്കെ പറഞ്ഞത് എന്തോ ഒരു ആയുധം കൊണ്ട് കഴുത്തിൽ അടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനുശേഷം ആശുപത്രിയിൽ അഡ്മിറ്റാക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നടന്നത്. പക്ഷേ ഇത് എല്ലാവർക്കും അറിയാം, എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തകയ്ക്ക് അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു മന്ത്രിക്ക് ഇത്തരത്തിലുള്ള കള്ളങ്ങൾ പറയാൻ കഴിയുന്നത്. ഒരു പൊതുപ്രവർത്തകരെന്ന് പറയുന്ന നേതാക്കൾക്ക് എങ്ങനെ കള്ളം പറയാൻ കഴിയുന്നത്? ദൃശ്യങ്ങളുണ്ട്. ദൃശ്യങ്ങളില്ലെങ്കിൽ പോലും ഒരുപക്ഷെ നമുക്ക് ഒരു സംശയത്തിൻ്റെ ഒരു ആനുകൂല്യമെങ്കിലും അക്കാര്യത്തിൽ നൽകാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ദൃശ്യങ്ങൾ പകൽ പോലെ വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ട് പോലും ആയുധം കൊണ്ട് ആക്രമിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് അന്ന് ഉന്നയിച്ചത്. മന്ത്രിയെ കരിങ്കൊടി കാണിക്കാനത്തെ ഈ KSU പ്രവർത്തകരുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ ഉത്തരവിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയുധം ഉപയോഗിച്ച് മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇവർക്ക് ഈ KSUക്കാർക്കെതിരെയുള്ള കേസ് ഡയറി പരിശോധിച്ചതിൽ സംശയകരമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ കാണാമെന്നാണ് കോടതി ഇന്നലെ നിരീക്ഷിച്ചത്. സംഭവ സ്ഥലത്ത് നിന്ന് തന്നെയാണ് പ്രതികളെ പിടികൂടിയത്. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് ആയുധം പിടിച്ചെടുത്തിട്ടില്ല. കസ്റ്റഡിയിൽ വാങ്ങി 2 ദിവസം ചോദ്യം ചെയ്തപ്പോഴും ആയുധം എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വൈകുന്നേരം 3:15 ഈ സംഭവം നടക്കുന്നത്. 4:30 മന്ത്രിയെയും ഗൺമാനെയും ഡോക്ടർ പരിശോധിച്ചു. അതായത് 1.25 മണിക്കൂറിന് ശേഷം മന്ത്രിയെയും ഗൺമാനെയും ഡോക്ടർ പരിശോധിച്ചു. പക്ഷേ 7 മണിക്കൂർ വൈകി രാത്രി 10:15 കഴിഞ്ഞതിന് ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മന്ത്രിയുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയില്ല എന്നതും അസ്വാഭാവികമാണ്. അപ്പോൾ മന്ത്രിയുടെ വൂണ്ട് സർട്ടിഫിക്കറ്റും ഇല്ല. മന്ത്രിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടക്കുമ്പോൾ വൂണ്ട് സർട്ടിഫിക്കറ്റ് എന്തായാലും കർശനമായിട്ടും ഉണ്ടാകേണ്ടതാണ്. കോടതിയിൽ അതൊരു തെളിവാണ്. അപ്പോൾ വൂണ്ട് സർട്ടിഫിക്കറ്റും ഹാജരാക്കിയിട്ടില്ല. അതായത് മന്ത്രിക്ക് പരിക്കൊന്നും ഏറ്റിട്ടില്ല. ഈ KSU പ്രവർത്തകരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് കരിങ്കൊടി മാത്രമാണ്. അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു മന്ത്രിയെ ഒരിക്കലും ഇത്തരത്തിൽ ആരും ആക്രമിക്കില്ല. അത് DYFIക്കാർ ഒരുപക്ഷെ അങ്ങനെ ചെയ്തേക്കാം, അല്ലെങ്കിൽ SFIക്കാർ ചെയ്തേക്കാം. പക്ഷേ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും യുവജന പ്രവർത്തകരോ യുവജന സംഘടനാ പ്രവർത്തകരോ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരോ ഒന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. അവർ ആയുധം വന്നാണ് ആക്രമിച്ചതെങ്കിൽ ആ ആയുധം പിടിച്ചെടുക്കേണ്ടതല്ലേ? കാരണം ഇവർക്ക് രക്ഷപ്പെട്ടു പോകാനുള്ളൊരു സമയം കിട്ടിയില്ല. അവിടെ നിന്ന് ആയുധം കണ്ടെടുത്തിട്ടില്ല. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി അപ്പോഴും ആയുധം കിട്ടിയിട്ടില്ല. ഇതുകൊണ്ട് തന്നെ പോലീസും ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ്. കാരണം പോലീസുകാർക്ക് മനസ്സിലായി ഭരണം മാറാൻ പോവുകയാണ്. ഇനി കാര്യങ്ങളൊക്കെ അവതാളത്തിലാകും.
ആരെങ്കിലുമൊക്കെ ഇനി പഴയതുപോലെ കാര്യങ്ങളൊന്നും നീങ്ങില്ല എന്നുള്ള കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെയാണ് പോലീസും ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നു. അതുമാത്രമല്ല, അടിക്കടി ഈ DYFI CPM ഗുണ്ടകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പോലീസുകാർക്ക് നേരെ ഉണ്ടാകുന്ന വെല്ലുവിളിയും ആക്രമണവും സ്റ്റേഷൻ ആക്രമണവും അതുപോലെ കൊലവിളിയും ഒക്കെ പതിവായിരിക്കുകയാണ്. അപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ ഈ സർക്കാരിന് ഒരു തവണ കൂടി അധികാരത്തിൽ വന്നാൽ പോലീസുകാർ വെറും ഒരു സാധാരണ വീട്ടുജോലിക്കാരെ പോലെ അധപതിക്കും. അതായത് പി ശശിയോ പിണറായി വിജയനോ ഒരു ഏരിയ സെക്രട്ടറിയോ പോലും എന്തെങ്കിലും പറഞ്ഞാൽ അതെല്ലാം അനുസരിക്കേണ്ടി വരുന്ന വെറും വേലക്കാരായി ഇവർ മാറുമെന്നുള്ള ഒരു ബോധം പോലീസുകാരുടെ ഉള്ളിൽ വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ ജോർജിൻ്റെ ഈ നാടകം അവരെ കൂടുതൽ നാണം കെടുത്താൻ മാത്രമേ ഉപകരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വശം. വീണ ജോർജിന് മാത്രമല്ല പാർട്ടിക്കും ഇത് വലിയ രീതിയിലുള്ള അപമതിപ്പുണ്ടാക്കും. കാരണം കള്ളങ്ങളുടെയും നുണകളുടെയും ഒരു കോട്ടയാണ് CPM എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഈ KSUവിൽപ്പെട്ട ഈ കുട്ടികളെ കുരുക്കുന്നതിലൂടെ അവരുടെ ഭാവി നശിപ്പിക്കുക, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ച് വനിതാ മന്ത്രിയെ ആക്രമിച്ചു എന്നുള്ള തരത്തിലൊക്കെയുള്ള ഒരു പ്രതീതി പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ അന്തം കമ്മികൾ പോലും ഇത് വിശ്വസിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും നമ്മുടെ ആരോഗ്യമന്ത്രി മുൻപ് മാധ്യമപ്രവർത്തകയായിരുന്നു, അതിനുശേഷം അവരിപ്പോൾ മന്ത്രിയായി. ഇനിയിപ്പോൾ എന്തായാലും മാധ്യമരംഗത്തേക്ക് പോകാൻ കഴിയില്ല, മന്ത്രിയായിട്ടും ശോഭിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇനി മന്ത്രിക്ക് ഈ സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ സിനിമയിൽ ഒരു കൈ നോക്കാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം വളരെ നല്ലൊരു അഭിനയമാണ് അന്ന് മന്ത്രി കാഴ്ചവെച്ചത്. എന്തായാലും മന്ത്രിക്ക് ആ രംഗത്തെങ്കിലും ശോഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.